ഒഫീഷ്യലായിട്ടാണ് ഇന്ന് രാജിക്കത്ത് നൽകിയിട്ടുള്ളത്. 11-ാം തീയതി തന്നെ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് ഇമെയിൽ വഴി MLAയുടെ ഒഫീഷ്യൽ മെയിൽ വഴി വ്യക്തിപരമായിട്ട് ഞാൻ മെയിൽ കൊടുത്തിട്ടുണ്ട്. MLA സ്ഥാനം രാജിവെച്ച് PV അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതോടെ അയോഗ്യനാകുമെന്നതിനാൽ രാജി. നിലമ്പൂരിൽ മത്സരിക്കില്ല. VD സതീശനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചത് P ശശിയുടെ നിർദ്ദേശപ്രകാരമെന്ന് മാപ്പപേക്ഷ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ MLAക്കെതിരെ കേരളത്തിന്റെ നിയമസഭയിൽ ഞാൻ ഉന്നയിച്ച വലിയൊരു ആരോപണമാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ് ഇങ്ങനൊരു വിഷയമുണ്ട്, അത് നമുക്ക് സഭയിൽ ഉന്നയിക്കണം എന്ന് പറഞ്ഞു. ആര്യാടന്റെ മകനാ ഉള്ളിപ്പന്ന സിനിമക്ക് എടുത്ത് നടക്കുന്ന കേട്ടത്. UDFന് പിന്തുണയെങ്കിലും നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനെയല്ല VS ജോയിയെ മത്സരിപ്പിക്കണമെന്ന് അൻവർ. അൻവറിന്റെ പരിഹാസത്തിന് ഷൗക്കത്തിന്റെ മറുപടി. ഈ ഞാൻ ആരാണ്, ഞാൻ എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോ അതിനെക്കുറിച്ച് ഞാൻ എന്താണെന്ന് ഞാൻ തന്നെ പറയേണ്ട കാര്യമില്ല. UDF ചർച്ച ചെയ്യുമെന്ന് നേതാക്കൾ. അൻവർ MLA സ്ഥാനം രാജിവെച്ചവർ പാർട്ടി രൂപീകരിച്ചു, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. UDFന് പിന്തുണയാണ് എന്നുള്ള തലത്തിൽ പറഞ്ഞു. ഇനി ആ കാര്യങ്ങൾ മുഴുവൻ രാഷ്ട്രീയമായി വിലയിരുത്തി ഔദ്യോഗികമായി ഒരു തീരുമാനം എടുക്കേണ്ടത് UDF ആണ്. നെയ്യാറ്റിൻകരയിൽ വയോധികനെ സമാധിയിരുത്തിയ കല്ലറ തുറന്നു പരിശോധിക്കുന്നത് തടഞ്ഞ കുടുംബം. കല്ലറയ്ക്ക് മുന്നിൽ കുത്തിയിരുന്ന് ഭാര്യയും മക്കളും. പോലീസും ഫോറൻസിക് സംഘവും എത്തിയത് കളക്ടറുടെ അനുമതിയോടെ. UPയുടെ ഓരോ മുക്കിലും മൂലയിൽ നിന്ന് ഇങ്ങോട്ട് ആളുകൾ ഒഴുകുന്നുണ്ട്. ജാർഖണ്ഡ്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ തീർത്ഥാടകരുടെ ഒരു മഹാപ്രവാഹമായി നമുക്ക് ഈ റോഡിൽ കൂടിയൊന്നും നടന്ന് ഇങ്ങോട്ടേക്ക് എത്തുക എന്നുള്ളത്, നടക്കാൻ പോലുമുള്ള വഴിയില്ലാത്ത പോലെ, സൂചി കുത്താൻ ഇടമില്ല എന്ന് പറയുന്നത് പോലെയുള്ള മഹാപ്രവാഹമാണ് ജനങ്ങളുടെ. മഹാകുംഭമേളയ്ക്ക് തുടക്കമായി. 45 ദിവസത്തെ തീർത്ഥാടക സംഗമത്തിൽ പ്രതീക്ഷിക്കുന്നത് 40 കോടി ഭക്തരെ. പ്രയാഗ്രാജിലേക്ക് തീർത്ഥാടക പ്രവാഹം തുടങ്ങി. മകരവിളക്കിനൊരുങ്ങി ശബരിമല. തിരുവാഭരണ ഘോഷയാത്ര നാളെ വൈകിട്ട് സന്നിധാനത്തെത്തും. മകരജ്യോതി ദർശനത്തിന് ശേഷം രാത്രി പുല്ലുമേട് നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കയറ്റിവിടില്ല. ക്ലെമിസ് ബാവയോടൊത്ത് സാദിഖ് അലി തങ്ങൾ കേക്ക് മുറിച്ചത് വിവാദമാക്കിയതിനെതിരെ സമസ്തയിലെ ലീഗ് അനുകൂലികൾ. മുസ്ലിം വിശ്വാസത്തിനെതിരാണെന്ന് വിമർശിച്ച ഹമീദ് ഫൈസിക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം. ജിഫ്രി തങ്ങൾക്ക് കത്ത് നൽകിയത് കുഴിമന്തി കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുതെന്ന ലീഗ് അധ്യക്ഷന്റെ മറുപടിക്ക് പിന്നാലെ. നിയമസഭാ അംഗത്വം PV അൻവർ രാജിവെച്ചു. പിണറായിസത്തിനെതിരായ പോരാട്ടമെന്ന് പ്രഖ്യാപിച്ച അൻവർ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ UDFന് നിരുപാധിക പിന്തുണയും പ്രഖ്യാപിച്ചു. എന്നാൽ നിലമ്പൂരിൽ മത്സരിക്കില്ല എന്ന പ്രഖ്യാപനവുമുണ്ട്. തൊട്ടുപിന്നാലെ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററായി PV അൻവറിനെ നിയമിക്കുകയും ചെയ്തു. ആദ്യം CPMലെ തിരുത്തൽ ശക്തിയാകുമെന്ന് തോന്നിപ്പിച്ചു. P ശശിക്കും MR അജിത് കുമാറിനുമെതിരായ വെല്ലുവിളി മുഖ്യമന്ത്രി പിണറായി വിജയനിലെത്തി. അതോടെ CPM പടിക്ക് പുറത്താക്കിയ അൻവർ ആദ്യം DMKയിലും പിന്നീട് UDFലും ചേക്കേറാൻ ശ്രമിച്ചു. എല്ലാം പരാജയപ്പെട്ടതോടെയാണ് പശ്ചിമബംഗാളിൽ പോയി തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററായത്. സ്വതന്ത്ര MLA ആയി ജയിച്ച് മറ്റൊരു പാർട്ടിയിലേക്ക് പോയതോടെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെടുമെന്ന ഭീഷണി ഉയർന്നു. സ്പീക്കർക്ക് പരാതി നൽകാൻ CPM കേന്ദ്രങ്ങൾ നടപടി തുടങ്ങിയതോടെയാണ് അൻവറിന്റെ രാജിപ്രഖ്യാപനം. രാവിലെ നിയമസഭയിലെത്തി സ്പീക്കർ AN ഷംസീറിന് രാജിക്കത്ത് കൈമാറി. പിന്നാലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്നും പ്രഖ്യാപനം. VS ജോയിയെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യവും അൻവർ മുന്നോട്ട് വെച്ചു. അപ്പോൾ ഞാൻ സ്വാഭാവികമായും രാജിവെച്ചൊഴിയുമ്പോൾ ആ മലയോര മേഖലയിലെ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽ ഈ വിഷയത്തെ നേരിട്ട് അനുഭവപ്പെടുന്ന, അഡ്രസ്സ് ചെയ്യുന്ന ഒരു വ്യക്തി അവിടെ സ്ഥാനാർത്ഥിയാകണമെന്ന ഒരു റിക്വസ്റ്റ് ഡിമാൻഡ്
UDF മുമ്പിൽ വെക്കുകയാണ്. എന്താണ് റിക്വസ്റ്റ് ഡിമാൻഡ്? നിലമ്പൂരിൽ തന്നെയുള്ള DCC പ്രസിഡന്റ് ശ്രീ VS ജോയ് ഈ വിഷയത്തിൽ എപ്പോഴും എന്നോട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മലയോര മേഖലയിലെ വന്യജീവി ആക്രമങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് അൻവർ രാജിവെക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായി CPM-നെ തറപറ്റിക്കുക, പിണറായിസത്തിന് അറുതി വരുത്തുക, ഇതൊക്കെയാണ് തന്റെ ലക്ഷ്യങ്ങളെന്ന് രാജിപ്രഖ്യാപനത്തിന് ശേഷം അൻവർ വ്യക്തമാക്കുന്നു. നിയമസഭാ അംഗത്വത്തിൽ നിന്ന് അയോഗ്യനാക്കപ്പെടുമെന്ന ഭീഷണി ഉയർന്നതോടുകൂടിയാണ് MLA സ്ഥാനം രാജിവെച്ച് PV അൻവർ നിയമസഭയുടെ പടികൾ ഇറങ്ങിപ്പോയത്. തൃണമൂൽ കോൺഗ്രസിനെ UDF-ലേക്കുള്ള പാലമായും അൻവർ കാണുന്നു. വീണ്ടും ഇതേ നിയമസഭയുടെ പടവുകൾ കയറി സഭയ്ക്കുള്ളിലെത്താൻ PV അൻവറിന് കഴിയുമോ എന്ന ചോദ്യത്തിന് കാലം മറുപടി പറയും. ബിപിൻ മുരളിക്കൊപ്പം VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. PV അൻവറിന്റെ രാജി നീക്കം തുടക്കം മുതൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നതുവരെ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ന്യൂസ് 18 ആണ്. ഇന്നലെ ഉച്ച മുതൽ രാവിലെ വരെ നീണ്ട രാഷ്ട്രീയ നാടകങ്ങൾ കേരളം ആദ്യം അറിഞ്ഞതും ന്യൂസ് 18-ലൂടെയാണ്. CPM-മായി തെറ്റിപ്പിരിഞ്ഞത് മുതൽ അത്യന്തം നാടകീയമായിരുന്നു PV അൻവറിന്റെ ഓരോ നീക്കവും. PV അൻവർ രാജിക്കൊരുങ്ങുന്നുവെന്ന വ്യക്തമായ വിവരമാണ് ഇന്നലെ ഉച്ചയോടെ ന്യൂസ് 18 ലഭിച്ചത്. വൈകുന്നേരം ന്യൂസ് 18 അത് വാർത്തയായി നൽകി. തൊട്ടു പിന്നാലെ നാളെ തിരുവനന്തപുരത്ത് ഒരു സുപ്രധാന കാര്യം പ്രഖ്യാപിക്കാൻ മാധ്യമങ്ങളെ കാണുമെന്ന് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ PV അൻവറും വ്യക്തമാക്കി. ഇന്നലെ ഉച്ചയോടെയാണ് PV അൻവർ MLA സ്ഥാനം രാജിവെക്കുമെന്ന വ്യക്തമായ സൂചന ന്യൂസ് 18 ലഭിച്ചത്. വൈകിട്ടോടെ വാർത്തയും നൽകി. പിന്നാലെ ഒരു പ്രധാനപ്പെട്ട വിഷയം അറിയിക്കാൻ വാർത്താസമ്മേളനം വിളിച്ചുള്ള അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുമെത്തി. ന്യൂസ് 18 വാർത്ത ശരിവെച്ചായിരുന്നു സ്പീക്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അൻവറിന്റെ യാത്ര. രാജി സമർപ്പിക്കാൻ അൻവർ എത്തിയ കാറിന്റെ MLA ബോർഡ് മറച്ച നിലയിലായിരുന്നു. സ്പീക്കർ ഗേറ്റ് വഴി സ്പീക്കറുടെ ഓഫീസിലേക്ക് നടക്കുമ്പോഴും അൻവർ സസ്പെൻസ് പൊളിച്ചില്ല. ഇനി സസ്പെൻസ് വേണോ? ഒരുപാട് നാടകവും ലിസ്റ്റും ഒക്കെ ആയിട്ടുണ്ടോ? നോക്കട്ടെ, സ്പീക്കറെ കാണട്ടെ. സ്പീക്കറെ കണ്ട് രാജി നൽകി. പുറത്തുവന്ന് ന്യൂസ് 18 ഇന്നലെ റിപ്പോർട്ട് ചെയ്ത വാർത്ത അൻവർ സ്ഥിരീകരിച്ചു. പിന്നാലെ 9:50 നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ മത്സരിച്ചേക്കില്ലെന്ന വാർത്തയും ന്യൂസ് 18 നൽകി. നിലമ്പൂരിൽ 1.5 വർഷം മാത്രമാണ് ഇനി ബാക്കി. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അൻവർ മത്സരിക്കാൻ സാധ്യതയില്ല എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു. UDF-ന് പിന്തുണ പ്രഖ്യാപിക്കും. നമ്മൾ രാവിലെ പറഞ്ഞതാണ്, ഒരുപക്ഷെ UDF-മായി അടുക്കാൻ ശ്രമിക്കുന്ന അൻവറിനെ സംബന്ധിച്ച് പുറത്തുനിന്നൊരു പിന്തുണ കൊടുത്ത് നിൽക്കുകയാണ് ഏറ്റവും സേഫ്. വാർത്താ സമ്മേളനത്തിൽ അൻവർ തന്നെ മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഞാൻ മത്സരിക്കുന്നില്ല. ഞാൻ നിലമ്പൂരിൽ UDF നിർത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഞങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് നിരുപാധികമായിട്ടുള്ള പിന്തുണ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. PV അൻവറിന്റെ രാജിയെക്കുറിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് വരികയാണ്. രാജി ഒരു ചലനവും ഉണ്ടാക്കില്ലെന്നാണ് CPM-ന്റെ നിലപാട്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷം സജ്ജമാണെന്നും നേതാക്കൾ പ്രതികരിച്ചു. എന്നാൽ അൻവറിന്റെ നീക്കത്തിൽ കരുതലോടെയായിരുന്നു UDF നേതാക്കളുടെ പ്രതികരണം. അൻവറിന്റെ കാര്യം ഞങ്ങൾ പണ്ടേ വിട്ടതാണ്. ഒരു പ്രശ്നവും ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യാൻ പോകും. ഞങ്ങൾ അന്നേ പറഞ്ഞു കഴിഞ്ഞു അൻവറുമായിട്ട് പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല. അത് പറഞ്ഞതോടുകൂടി അൻവർ ഞങ്ങളുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബന്ധവും വെച്ച് കഴിഞ്ഞു. പിന്നെ എവിടെയാണ് അദ്ദേഹം പോകാൻ പോകുന്നത്? DMK-യിൽ പോവോ, തൃണമൂൽ കോൺഗ്രസ് പോവോ തുടങ്ങിയ കുറേ ചോദ്യമുണ്ട്. എനിക്കതിൽ യാതൊരു സംശയവും ഒറ്റ ഉത്തരവേ ഉള്ളൂ. അതിന് അദ്ദേഹം UDF-ലാണ് പോകുന്നത്. നിലമ്പൂരുള്ള ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണ്. കോൺഗ്രസിനും വേണ്ട, BJP-ക്കും വേണ്ട, ലീഗിനും വേണ്ട. അങ്ങ് ഉത്തരേന്ത്യയിൽ എവിടെയോ കിടക്കുന്ന ഒരു പാർട്ടി, എന്താ പാർട്ടിൻ്റെ പേര്? DMK-ക്കും വേണ്ട. അവസാനം തൃണത്തിൻ്റെ വിലയേ ഉണ്ടാവും. പറഞ്ഞ മനസ്സിലായി. പറ്റിയ പാർട്ടിയിലാണ് പോയി ചേർത്ത്. അൻവറിൻ്റെ രാജി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഒരു വിധത്തിലുള്ള ചലനവും ഉണ്ടാക്കില്ല. നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആരംഭിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഗ് സ്വന്തമായി എടുക്കേണ്ട ഒരു വിഷയവുമില്ല. അൻവർ MLA സ്ഥാനം രാജിവെച്ചവർ പാർട്ടി രൂപീകരിച്ചു. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. UDF-ന് പിന്തുണയാണ് എന്നുള്ള തലത്തിൽ പറഞ്ഞു. ഇനി ആ കാര്യങ്ങൾ മുഴുവൻ രാഷ്ട്രീയമായി വിലയിരുത്തി ഔദ്യോഗികമായി ഒരു തീരുമാനം എടുക്കേണ്ടത്
UDF ആണ്. ഞങ്ങളായിട്ട് യാതൊരു ഇതിപ്പോൾ നമുക്ക് സർപ്രൈസാണ്. ഇത് സംബന്ധിച്ച് ഒരു ഞങ്ങൾ ഈ തീരുമാനം അറിഞ്ഞിട്ടില്ല. ഇന്ന് പത്രസമ്മേളനം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്. മറ്റു വാർത്തകളിലേക്ക്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വയോധികനെ സമാധിയിരുത്തിയ കല്ലറ പൊളിക്കാനുള്ള നീക്കത്തിനിടെ നാടകീയ രംഗങ്ങളാണ്. കല്ലറ പൊളിക്കാൻ സബ് കളക്ടർ അനുമതി നൽകിയെങ്കിലും എതിർപ്പുമായി ഗോപൻ സ്വാമിയുടെ കുടുംബം രംഗത്തെത്തി. ഫോറൻസിക് വിദഗ്ധരും അതുപോലെ തന്നെ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ കുടുംബം പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. ഒരു വിഭാഗം നാട്ടുകാരും സംഘടിച്ചിട്ടുണ്ട്. കല്ലറ തുറന്ന് ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഉണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൈമാറാനാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ് നെയ്യാറ്റിൻകരയിൽ നിന്ന്. അതിനു മുൻപ് അവിടെ പ്രതിഷേധത്തിനിടെ ഗോപൻ സ്വാമിയുടെ കുടുംബം പ്രതികരിച്ചിരുന്നു, ഒപ്പം നാട്ടുകാരും പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണങ്ങളിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഓർ ഹൈക്കോർട്ട് ഓർ സുപ്രീം കോടതി എനി അതോറിറ്റി, ആ അതോറിറ്റി രണ്ട് ഭാഗവും കേട്ടിട്ട് തീരുമാനിക്കാവും. ഇതുവരെ കുടുംബാംഗങ്ങളുടെ കാര്യം ചോദിച്ചിട്ടില്ല. കുടുംബാംഗങ്ങളെ സപ്പോർട്ട് സംഘടന പ്രതികളെ ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ഞാൻ അഡ്വക്കേറ്റ് NG ഗിരീശൻ, ക്ഷേത്ര സമന്വയ സമിതിയുടെ സംസ്ഥാന ഭാരവാഹിയാണ്. ആഘോഷ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ദ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. അങ്ങനെ ഏത് ഒഫീഷ്യൽ ചെയ്താലും മുകളിൽ തൂങ്ങും. ചെയ്യാൻ തൻ്റെ ഇടമുള്ളവർ ചെയ്യട്ടെ. പരാതി കൊടുത്ത മഹാമാന്യന്മാർ തൻ്റെ ഇടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പരാതി കൊടുത്തിട്ട് സംശയം ഉണ്ടെന്ന് ഇവിടെ ഒന്ന് പറ. തൻ്റെ ഇടമുള്ള തന്തയ്ക്ക് പറഞ്ഞ പരാതിക്കാരുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പറ. ഞാൻ പരാതി കൊടുത്ത് എനിക്ക് സംശയമുണ്ട് പറ. ഗോപൻ സ്വാമിയുടെ കല്ലറ തുറന്ന് പരിശോധന നടത്തുന്നതിലുള്ള പ്രതിഷേധമാണ് കേട്ടത്. ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, ഇപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കളക്ടറുടെ അനുമതി ഈ വിഷയത്തിലുണ്ട്. കല്ലറ തുറക്കാൻ തന്നെയാണോ തീരുമാനം? അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട അന്തിമമായ തീരുമാനം സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ കൈക്കൊള്ളും. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് തരത്തിലുള്ള അഭിപ്രായം ഇവിടെ ഉയർന്നിട്ടുണ്ട്. ബന്ധുക്കളും ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികളും ഈ സമാധി സ്ഥലം തുറന്നുള്ള പരിശോധനയ്ക്കിടെ എതിരെ രംഗത്ത് എത്തിയിരിക്കുകയാണ്. പക്ഷേ നാട്ടുകാരിൽ ഒരു വിഭാഗമാണ് ഇത് തുറന്ന് പരിശോധിക്കണം, ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതൊരു ക്രമസമാധാന പ്രശ്നമായി ഉയരാതെ ഒരു സമാധാനപരമായി തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നതാണ് ജില്ലാ ഭരണകൂടം നേരിടുന്ന ഒരു വെല്ലുവിളി. ആ ഒരു വെല്ലുവിളിക്കിടയിൽ നിന്നുകൊണ്ടാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ സ്ഥലം പൊളിച്ച് പരിശോധിക്കുന്ന തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് തന്നെ ജില്ലാ ഭരണകൂടം കടന്നേക്കും എന്ന സൂചനകൾ കൂടി ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ സമാധി ഇരുത്തിയ സ്ഥലം പൊളിച്ചുള്ള ഒരു പരിശോധനയിലേക്ക് കടന്നാൽ അതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഒരുപാട് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് അങ്ങനെ ഒരു നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കാത്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സബ് കളക്ടറും അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരുമായി സർക്കാരിന്റെ പ്രതിനിധികളുമായൊക്കെ ചർച്ച നടത്തുകയാണ്. അവർ എടുക്കുന്ന തീരുമാനത്തിന്റെയും നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ തുടർ നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. ഈ സമാധി സമാധി പൊളിക്കുകയാണെങ്കിൽ അവിടെ ഒരു പോലീസ് നടപടി പോലും വേണ്ടി വന്നേക്കാമല്ലോ ഡാൻ. അത്രമാത്രം പ്രതിഷേധം ഇപ്പോൾ സ്ഥലത്തുണ്ടല്ലോ. പ്രമേഹമുണ്ടാക്കിക്കൊണ്ടുവന്ന വ്യക്തി ആരാണ്? മഞ്ജുഷ്, ഇതിനോടകം തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന് ഒരു 200 മീറ്റർ അപ്പുറത്ത് നാട്ടുകാരും ബന്ധുക്കളുമൊക്കെയായി വാക്കുതർക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ മാധ്യമങ്ങൾ കൂടി അവിടേക്ക് എത്തുന്ന ഒരു പശ്ചാത്തലമുണ്ടായാൽ അത് തീർച്ചയായിട്ടും അവിടെ ഒരു ക്രമസമാധാന പ്രശ്നമായി മാറും. പോലീസ് ഉദ്യോഗസ്ഥർ ഏറെ നേരം പണിപ്പെട്ടാണ് ഈ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുകളെ അതൊരു കയ്യാങ്കളിയിലേക്ക് മാറാതെ അവിടെ നിന്ന് പിന്തിരിപ്പിച്ചു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴും ഈ സമാധി സ്ഥലത്തിനടുത്ത് വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ പ്രതിഷേധവും മുദ്രാവാക്യം മുഴക്കി ഇവിടെ തന്നെ തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് കടന്നാൽ അത് കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുമെന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ കൂടി അനുമതി ലഭിച്ചതിന് ശേഷം മാത്രം അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് കടന്നാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസും ജില്ലാ ഭരണകൂടവും എത്തിയിരിക്കുന്നത്. കാത്തിരിക്കുകയാണ് അവർ. കൃത്യമായൊരു നിർദ്ദേശം അത് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നതിന് വേണ്ടി ആ നിർദ്ദേശം ലഭിച്ചാൽ മാത്രമേ ഇത് പൊളിച്ചുള്ള പരിശോധനകളിലേക്ക് കടക്കത്തുള്ളൂ. കുറച്ചു സമയം മുമ്പ് അവിടെ കണ്ടത് ഡാൻ, ഗോപൻ സ്വാമിയുടെ കുടുംബം ഭാര്യയും മക്കളും അവിടെ വന്ന് ഇരിക്കുന്നതായിരുന്നുവല്ലോ. അവരെ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് നീക്കുകയാണോ ഉണ്ടായത്? അവരിപ്പോൾ പ്രതിഷേധിക്കുന്നുണ്ടോ? മഞ്ജുഷ്, ഈ സമാധി ഇരുത്തിയ സ്ഥലത്തിന് പുറത്ത് വലിയ പ്രതിഷേധം ഇപ്പോൾ നടക്കുകയാണ്. മുദ്രാവാക്യം വിളികളുമായി ആളുകൾ അതിന് സമീപത്തേക്ക് തടിച്ചുകൂടുന്ന ഒരു സാഹചര്യമുണ്ട്. പോലീസ് ഏറെ പണിപ്പെട്ടായിരുന്നു നേരത്തെ ഈ പ്രതിഷേധം ഉന്നയിച്ചവരെ ഇവിടേക്ക് എത്തിച്ചത്. VSDP ഉൾപ്പെടെയുള്ള
സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സമാധി സ്ഥലം പൊളിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയ്ക്ക് അവർ തയ്യാറല്ല, അതിനവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഷേധം ഒരു വശത്ത് പുരോഗമിക്കുന്നത്. VSDP നേതാവ് വിഷ്ണുപുരൻ ചന്ദ്രശേഖരൻ നമ്മളോടൊപ്പം ചേർന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് പൊളിക്കാൻ അനുവദിക്കില്ല എന്നൊരു നിലപാട്? പൊളിക്കുന്നതിന് സമ്മതിക്കും, പക്ഷേ നോട്ടീസ് കൊടുക്കണം. ആ സ്ത്രീക്ക് ഓ നമശിവ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് 24 മണിക്കൂറോ 48 മണിക്കൂറോ വെച്ചൊരു നോട്ടീസ് കൊടുക്കണം. കാര്യം ഇത് അടക്കിയതല്ലോ, ഇത് അവര് സമാധി ഇരുത്തിയിരിക്കുകയാണ്. അതിന് ഒരു പൗത്രത ഈ നാട്ടിലുണ്ട്. അത് ചില ആളുകൾക്ക് വേണ്ടി അത് ലംഘിക്കുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. അതായത് ഈ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു. അതിന് 2 ദിവസം ഇതിനകത്തിരിക്കുന്നത് കൊണ്ട് 4 പോലീസ് ഇട്ടിരുന്നാൽ മതിയല്ലോ. സുകുമാരക്കുറുപ്പിന് ഇതുവരെ കിട്ടിയില്ലല്ലോ. മാൻ മിസ്സിംഗ് ആണ് അത് ഇതുവരെ കിട്ടിയില്ലല്ലോ. ഇത് ഇതിനകത്തുണ്ട്, 4 പോലീസുകാർ അവിടെ നിന്നാൽ മതി. ആ തള്ള പാവപ്പെട്ട നമ്മ ഓ നമശിവായ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയ്ക്ക് ഒരു സമാധാനം. അല്ല, ഇതിനൊരു മറ്റൊരു എതിർക്കില്ല. തീർച്ചയായിട്ടും നോട്ടീസ് നൽകിയതിന് ശേഷം മാത്രമേ അത് പൊളിച്ചൊരു പരിശോധനയിലേക്ക് കടക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് VSDP നേതാക്കൾ അതോടൊപ്പം മറ്റ് ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികളൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നത്. RDOയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ ഈ സംഘടനകളുടെ പ്രതിനിധികളുമായി ഇപ്പോൾ സംസാരിക്കും. അവിടെ ഒരു അനുനയ നീക്കം ഉരുത്തിരിയാനാണ് സാധ്യത. അതിനുശേഷം മാത്രമേ ഈ വിഷയത്തിലൊരു തീരുമാനം അന്തിമമായി ജില്ലാ ഭരണകൂടം എടുക്കുകയുള്ളൂ. ഇതൊരു ക്രമസമാധാന പ്രശ്നമായി ഇതിനോടകം ഇവിടെ മാറിയിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് കൂടുതൽ നടപടികളിലേക്ക് കടന്നാൽ അത് വീണ്ടും വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടാകും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അനുനയ ശ്രമം സബ് കളക്ടർ ആൽഫ്രഡ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലൂടെ പുരോഗമിക്കുകയാണ്. ഡാൻ, നേരത്തെ ഇതിപ്പോൾ അവിടെ ഈ ഗോപൻ സ്വാമിയുടെ മരണം നാട്ടുകാരൊന്നും അറിഞ്ഞിരുന്നില്ല, അതുകൊണ്ട് ദുരൂഹതയുണ്ട് മരണത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാതി വന്നിട്ടുണ്ടായിരുന്നുവല്ലോ. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ സമാധി പൊളിച്ച് അവിടെ പരിശോധന നടത്തുവാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. പക്ഷേ അത് പെട്ടെന്ന് എങ്ങനെയാണ് ഇതൊരു വിശ്വാസ പ്രശ്നമായി വഴിമാറിയത്? അതായത് ഈ പരാതി ഉന്നയിച്ചുകൊണ്ട് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് 2 പേരായിരുന്നു. അവരാണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയത്. ഇത് അയൽവാസികൾ പോലും അറിഞ്ഞിട്ടില്ല എന്ന തരത്തിൽ പോലീസിന് ഇത് സംബന്ധിച്ച പരാതി കൈമാറിയത് നാട്ടുകാരായ 2 പേരായിരുന്നു. അവർ ആ പരാതിയിൽ ഉറച്ചു നിൽക്കുന്ന അതേ സമയത്ത് തന്നെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികൾ ഈ സമാധി സ്ഥലം പൊളിച്ച് പരിശോധിക്കാൻ അനുവദിക്കില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുകയാണ്. അവർ പറയുന്നത് പരിശോധന നടത്തുന്നതിന് തടസ്സമില്ല, പക്ഷേ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കൂടി പാലിക്കാൻ തയ്യാറാകണം. ഈ ആവശ്യമാണ് അവർ കഴിഞ്ഞ ദിവസം മുതൽ മുമ്പോട്ട് വെച്ചുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഈ വിവാദം ഇങ്ങനെ കനക്കുന്നതും അത് വലിയ തരത്തിൽ ഇവിടെ ഒരു ക്രമസമാധാനമായി പ്രശ്നമായി മാറുന്ന തരത്തിലേക്കൊക്കെ എത്തുന്നതും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സമാധി സ്ഥലം പൊളിച്ച് പരിശോധിക്കണം എന്ന ആവശ്യം ഒരു വിഭാഗം മുമ്പോട്ട് വെക്കുന്നു. പക്ഷേ അതിനൊരു തരത്തിലും അനുവദിക്കില്ല എന്ന നിലപാടുമായി ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികൾ അതോടൊപ്പം തന്നെ ഇവരുടെ കുടുംബാംഗങ്ങളടക്കം രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലമുണ്ടാകുന്നത്. ഇനി ഏതെങ്കിലും ഒരു അടിയന്തര നടപടികളുടെ ഭാഗമായി ഇത് പൊളിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ജില്ലാ ഭരണകൂടം കടക്കുന്നതെങ്കിൽ അതുണ്ടാക്കാൻ ഇടയുള്ള ഒരു സാമുദായിക പ്രശ്നങ്ങളെക്കുറിച്ച് ക്രമസമാധാന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തിടുക്കത്തിലൊരു നടപടി വേണ്ട, അത് ഈ കുടുംബാംഗങ്ങളുമായും മറ്റ് സംഘടനകളുടെ പ്രതിനിധികളുമായും ഈ പ്രതിഷേധം ഉയർത്തിയ ഒരു തീരുമാനം അല്പസമയത്തിനകം പ്രതീക്ഷിക്കാം. നെയ്യാറ്റിൻകരയിലാണ് ഈ സംഭവം. ഗോപൻ സ്വാമി എന്നയാളെ സമാധി ഇരുത്തിയതാണ് എന്ന് ആദ്യം പറഞ്ഞത് മകനായിരുന്നു. പക്ഷെ നാട്ടുകാർക്ക് ഇക്കാര്യത്തിൽ സംശയമുണ്ട്. മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് കാണിച്ച് ഒരു പരാതി നെയ്യാറ്റിൻകര സ്റ്റേഷനിൽ എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ജില്ലാ കളക്ടറുടെ അനുമതിയോടെ പോലീസും ഫോറൻസിക് സംഘവും ഇവിടെ മൃതശരീരം ഉണ്ടെങ്കിൽ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുവാനുള്ള തീരുമാനവുമായി എത്തിയത്. പക്ഷേ അതിനെയാണ് കുടുംബം എതിർക്കുന്നത്. ഹൈന്ദവ സംഘടനകളും സ്ഥലത്തെ ചില സംഘടനകളും ഇക്കാര്യത്തിൽ എതിർപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പോലീസുമായി ചർച്ച നടക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. വയനാട് പുൽപ്പള്ളി അമരക്കുനയിൽ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാൻ ശ്രമം തുടരുകയാണ്. വനംവകുപ്പിന്റെ തെർമൽ ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. വനംവകുപ്പ് സ്ഥാപിച്ച കൂടിന് സമീപം വരെ കടുവ എത്തിയിട്ടുണ്ട്. കൂടിനുള്ളിൽ കയറിയില്ല. കടുവ ഭീതി കാരണം അമരക്കുനയിൽ സ്കൂളുകൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ കടുവയുടെ ആക്രമണത്തിൽ ഒരു വളർത്തുമൃഗം കൂടി കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. അമരക്കുനയിൽ ഭീതി വിതയ്ക്കുകയാണ് കടുവ. പ്രദേശവാസിയായ കേശവന്റെ ആടിനെയാണ് ഇന്ന് കടുവ കൊന്നത്. ഇതോടെ ഒരാഴ്ചക്കിടെ കടുവയുടെ ആക്രമണത്തിൽ പ്രദേശത്ത് ചത്തത് 3 വളർത്തുമൃഗങ്ങളാണ്. വനംവകുപ്പ് തുപ്രയിൽ സ്ഥാപിച്ച കൂടിനടുത്ത് വരെ കടുവ എത്തിയെങ്കിലും കേബിളിൽ തട്ടി കൂടടഞ്ഞതിനാൽ അകത്തേക്ക് കയറിയില്ല. തെർമൽ ക്യാമറയിൽ ഈ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. കടുവാപ്പേടിയിൽ നാട്ടുകാർക്ക് വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രദേശത്ത് ഇന്ന് സ്കൂളുകൾക്ക് അവധിയാണ്.
ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ കടുവയ്ക്കായി തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ദൌത്യസംഘങ്ങൾക്കൊപ്പം വിക്രം, കോന്നി സുരേന്ദ്രൻ തുടങ്ങിയ കുങ്കിയാനകളുമുണ്ട്. ബന്ദിപ്പൂർ വനമേഖലയിൽ നിന്നെത്തിയ ആരോഗ്യസ്ഥിതി മോശമായ പ്രായമുള്ള കടുവയാണ് പ്രദേശത്തെത്തിയിട്ടുള്ളതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മയക്കുവെടിയേക്കാൾ കൂട്ടിൽ കയറ്റുന്നതിനാണ് വനം വകുപ്പ് കൂടുതൽ പരിഗണന നൽകുന്നത്. ന്യൂസ് 18 വയനാട്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കത്തിന് താൽക്കാലിക സമവായമായി. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയും വൈദികരുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. ഇതോടെ ബിഷപ്പ് ഹൌസിൽ നടത്തിവന്ന പ്രതിഷേധ പ്രാർത്ഥനാ യജ്ഞം അവസാനിപ്പിച്ചു. പാംപ്ലാനിയുടെ ഇടപെടൽ പ്രതീക്ഷ നൽകുന്നതാണെന്നാണ് വൈദികരുടെ പ്രതികരണം. പ്രതിഷേധത്തിലുള്ള വൈദികരുമായി അപ്പോസ്തലിക് വികാരി മാർ ജോസഫ് പാംപ്ലാനി രാത്രി ഏറെ വൈകിയും നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരമായത്. വിഷയം പഠിക്കാൻ ബിഷപ്പ് 1 മാസത്തെ സമയം ആവശ്യപ്പെട്ടു. അടുത്ത ഘട്ട ചർച്ച ഈ മാസം 20 നടക്കും. പ്രതിഷേധ പ്രാർത്ഥനായജ്ഞം അവസാനിപ്പിച്ച വൈദികർ രാവിലെ 8 മണിയോടെ ബിഷപ്പ് ഹൌസ് വിട്ടു. കാനോനിക സമിതികളും കൂരിയും പുനഃസംഘടിപ്പിക്കുമെന്ന് ബിഷപ്പ് ഉറപ്പ് നൽകിയെന്നും പാംപ്ലാനിയുടെ ഇടപെടൽ പ്രതീക്ഷ നൽകുന്നതാണെന്നും ഫാദർ രാജൻ പുന്നിക്കൽ പ്രതികരിച്ചു. ഇന്നലെ ജില്ലാ കളക്ടർ ശ്രീ ഉമേഷ് സാറിൻ്റെ ഇടപെടൽ വഴി അഭിമന്യ പാംപ്ലാനി ജോസഫ് പിതാവുമായി ഞങ്ങൾ 21 പേരുമായി ഒരു ചർച്ച നടത്തി. രാത്രി വളരെ വൈകിയ വേളയിലാണ് തിരിച്ചു പോവുകയായിരുന്ന പിതാവ് വീണ്ടും ഈ മീറ്റിങ്ങിന് വേണ്ടി തിരിച്ചു വന്നു. 10:30 ഞങ്ങൾ മീറ്റിങ്ങിന് ഇരുന്നു. ഏതാണ്ട് 2.5-3 മണിക്കൂറോളം ഞങ്ങൾ വളരെ ഗൗരവമായി ഞങ്ങൾ അവതരിപ്പിച്ച കാര്യങ്ങൾ മുന്നോട്ട് പരിഗണിച്ച് പരസ്പര ധാരണയിൽ മുന്നോട്ട് പോകാനായിട്ട് ധാരണയായിട്ടുണ്ട്. ബിഷപ്പ് ഹൌസിൽ പ്രതിഷേധിച്ച വൈദികർക്കെതിരായ കേസുകളിൽ മേലുദ്യോഗസ്ഥരുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് ACP ജയകുമാർ. കേസുകളെക്കുറിച്ച് ആശങ്കയില്ലെന്നും പോലീസ് ഉൾപ്പെടെ ആരോടും പ്രശ്നങ്ങളോ പകയോ ഇല്ലെന്ന് വൈദികരും പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. ആരോപണം, കെട്ടിച്ചമച്ച ആരോപണം മുഖ്യമന്ത്രിയും ഉപജാപക സംഘം കൂടി ഉണ്ടാക്കിയതാണ്. 2, അവർക്കെതിരായ അൻവറിന്റെ ആരോപണം വന്നപ്പോൾ അതിന്റെ പുറകിൽ മന്ത്രിമാരടക്കമുള്ള CPM-ലെ പാർട്ടി നേതാക്കന്മാരുണ്ട്. CPM-ൽ ഒളിഞ്ഞിരിക്കുന്ന വിഭാഗീയതയുടെ ഏറ്റവും വലിയ ബഹിസ്ഫുരണമായിരുന്നു സത്യത്തിൽ അൻവറിനെ കണ്ടത്. പക്ഷെ പിണറായി വിജയൻ ഒന്ന് കടുപ്പിച്ചപ്പോൾ ഇവരെല്ലാം അൻവറിനെ വഴിയിലാക്കി ഓടി ഷെഡി കയറി. അതാണ് യഥാർത്ഥത്തിൽ നടന്ന സംഭവം. ഈ 2 കാര്യങ്ങളും പ്രതിപക്ഷം പറഞ്ഞത് അടിവരയിടുന്നതാണ് ഇന്ന് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു MLA വിളിച്ച് പറയൂ. അപ്പം UDF-ലെ ഒരു MLA ആരോപണം ഉന്നയിക്കണമെങ്കിൽ ഞാൻ അറിയാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. എന്റെ അനുമതി വേണം. അത് അദ്ദേഹം അവരുടെ നേതാവാണ്, പാർലമെന്ററി പാർട്ടി നേതാവ് കൂടിയാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അവ അവരുടെ ഒരു MLA മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരോടും. അപ്പൊ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിന് അതിൽ പങ്കുണ്ട്. മുഖ്യമന്ത്രിക്കെതിരായി ആരോപണം വരുമ്പോൾ ഒരെണ്ണം പ്രതിപക്ഷ നേതാവിനെതിരെ കിടന്നോട്ടെ. എന്താണെന്ന് ആരോപണം ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്. അതായത് കേരയിൽ വന്നാൽ 2050 ആവുമ്പോഴേക്കും ഹൈദരാബാദ്, ഇവിടെ IT കമ്പനികൾ കൊണ്ട് നിറയും കേരളം. അപ്പൊ ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും IT കമ്പനികൾ 2050 ആവുമ്പോൾ പൂട്ടിപ്പോകും. അപ്പൊ അവരത് പൂട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി 30 കൊല്ലം മുമ്പ്, അതായത് 2021 കേരളിനെ അട്ടിമറിക്കാൻ അന്ന് വേറെ MLA ആയിരുന്ന എന്നെ സ്വാധീനിച്ചു. KC വേണുഗോപാൽ വഴി എന്നെ മുഖ്യമന്ത്രിയാക്കാന്ന് പറഞ്ഞു. എനിക്കൊരു 150 കോടി രൂപ വണ്ടിയിൽ ഇങ്ങോട്ട് കൊടുത്തയച്ചു. അത് ഇവിടെ ഇറക്കിയിട്ട് ഞാൻ ആർക്കും കൊടുക്കാതെ ഞാൻ തിരിച്ചു കൊടുത്തു, ബാംഗ്ലൂരിലേക്ക് കൊടുത്തു വിട്ടു. ഞാൻ ചോദിച്ചത് കൊണ്ടുവന്ന വഴി പറഞ്ഞു, തിരിച്ചു കൊണ്ടുപോയ വഴി ഏതാണെന്ന് പറഞ്ഞില്ല. ഏത് വണ്ടിയിലാണ് കൊണ്ടുപോയെന്ന് പറഞ്ഞില്ല എന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. അത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അവിടെ ഇരുന്ന് എല്ലാവരും ചിരിക്കുകയായിരുന്നു. ഇതായിരുന്നു ആരോപണം. 2050 അവിടുത്തെ കമ്പനിയൊക്കെ പൂട്ടിപ്പോകുന്നുള്ളതുകൊണ്ട് 2021 ഈ കേരളയിൽ വരാതിരിക്കാൻ വേണ്ടി അന്നത്തെ ഏറ്റവും പ്രഗത്ഭനായ അല്ലെങ്കിൽ ഏറ്റവും സ്വാധീനമുള്ള ഏറ്റവും വലിയ MLA ഞാനല്ലേ. കഴിഞ്ഞ എന്നെ സ്വാധീനിച്ചു. ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോഴല്ല, ആരോപണമല്ല, MLA ആയിരിക്കുമ്പോഴാണ്. MLAക്ക് ഒരു 150 കോടി മറ്റേ മീൻ വണ്ടിയിൽ കൊടുത്ത് ചാവക്കാട് വന്നു. ചാവക്കാട് ഞാൻ ആംബുലൻസിലേക്ക് മാറ്റി. പിന്നെ അത് തിരിച്ച് ആർക്കും കൊടുക്കാതെ
ഞാൻ ആർക്കും കൊടുക്കില്ല പൈസ കിട്ടിയ. ആദ്യം ഞാൻ തിരിച്ച് കൊണ്ടുപോയി. അപ്പം ഞാൻ ചോദിച്ചാൽ തിരിച്ചു കൊണ്ടുപോയ വണ്ടി ഏതാണെന്നും കൂടി പറയണമെന്ന് പറഞ്ഞു. ഇതായൊരു ആരോപണം. ഇതൊക്കെ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇതുപോലത്തെ ഒരു ആരോപണം കേരളത്തിലെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെതിരായി ഉന്നയിക്കാൻ നിർദ്ദേശം കൊടുത്തത് എന്ന് പറഞ്ഞത് എന്ത് നാണക്കേടാണ്. ആർക്കാണ് നാണക്കേട്? അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളെ ഓർത്ത് ഞാൻ ചിരിക്കണോ കരയണോ എന്ന് നിയമസഭയിൽ ചോദിച്ചത്. അത് പ്രതിപക്ഷ നേതാവിന് ഒറ്റയ്ക്കൊരു നിലപാടില്ല. പാർട്ടിയും മുന്നണിയും ചർച്ച ചെയ്യേണ്ട സമയത്ത് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കും. ഞാൻ പറഞ്ഞത് വാതിൽ അടച്ചിട്ടുമില്ല, വാതിൽ തുറന്നിട്ടുമില്ല. ഞാൻ പറഞ്ഞില്ലല്ലോ അതൊന്നും. ഞാൻ അതൊന്നും പറഞ്ഞില്ല. ഞാൻ പാർട്ടിയും UDFും ഉചിതമായ സമയത്ത് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കും. വാതിൽ അദ്ദേഹത്തിന് മുമ്പിൽ അടച്ചിട്ടില്ല, പക്ഷെ ഇപ്പൊ തുറന്നിട്ടില്ല. അല്ല, ഞാൻ അതിന്റെ അർത്ഥം അതല്ലേ. വാതിൽ അടച്ചിട്ടില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം വാതില് ഇപ്പൊ തുറന്നിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. ഐ ഹാവ് മേഡ് ഇറ്റ് വെരി ക്ലിയർ. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുന്നതാണ്. അതൊക്കെ ഒരു ചർച്ച ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഉചിതമായ സമയത്ത് ചർച്ച നടത്തി ഉചിതമായ തീരുമാനം എടുക്കുന്നതാണ്. ആ ചർച്ചയുടെ ഭാഗമാണ് ഇപ്പൊ ഈ പറഞ്ഞ ചോദ്യമൊക്കെ. അദ്ദേഹം VS ജോയിയെ നല്ലൊരു സ്ഥാനാർത്ഥിയെ അവിടെ കാണുന്നു. അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു, പക്ഷേ VS ജോയിയെ നല്ലൊരു സ്ഥാനാർത്ഥിയെ കാണുന്നു കൂടി പറയുന്നുണ്ട്. അല്ല, അവിടെ എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് വരുമല്ലോ. അത് കോൺഗ്രസ് തീരുമാനിച്ചോളാം അവിടെ ആരാ സ്ഥാനാർത്ഥിയെന്ന്. കാരണം കോൺഗ്രസിന്റെ സീറ്റാണ്. ഞങ്ങൾ പാർട്ടി ദേശീയ തലത്തിൽ ആ സ്ഥാനാർത്ഥി, ഞങ്ങളിവിടെ ഇലക്ഷൻ കമ്മിറ്റി കൂടി ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കും. അത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അത് അംഗീകരിച്ച് ഞങ്ങൾക്ക് തരും. ഞങ്ങളത് UDF ഘടകകക്ഷി നേതാക്കളെ അറിയിക്കും. UDF സ്ഥാനാർത്ഥിയായി ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. അതെങ്കിലും ഞങ്ങൾ ചെയ്തോട്ടെ. അതല്ലല്ലോ, ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ PV അൻവറിന് മുന്നിൽ UDF വാതിൽ അടച്ചിട്ടില്ല, പക്ഷേ വാതിൽ തുറന്നിട്ടുമില്ല. ഇതാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. നേരത്തെയും പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് ഇത് തന്നെയായിരുന്നു. ചർച്ചകളിലൂടെ ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കുമെന്നാണ് VD സതീശൻ പറയുന്നത്. അതേസമയത്ത് തന്നെ P ശശിയെ കൊണ്ട് തനിക്കെതിരെയുള്ള ആരോപണം PV അൻവറിനെ കൊണ്ട് തനിക്കെതിരെ ആരോപണം ഉന്നയിപ്പിച്ചതിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന കാര്യമാണ് VD സതീശൻ പറയുന്നത്. മറ്റു വാർത്തകളിലേക്ക്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയതിന് രാഹുൽ ഈശ്വറിനെതിരെ നടി ഹണി റോസ് നൽകിയ പരാതിയിൽ ധൃതി പിടിച്ച് നീക്കം വേണ്ടെന്ന നിലപാടിൽ പോലീസ്. കേസിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. രാഹുൽ ഈശ്വറിനെതിരെയുള്ള പരാതിയിൽ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്താനുള്ള സാഹചര്യം നിലവിലില്ലെന്നാണ് പോലീസ് പറയുന്നത്. വിഷയത്തിൽ നിയമോപദേശവും തേടിയിട്ടുണ്ട്. നിയമോപദേശം കിട്ടിയാലും നോട്ടീസ് നൽകാനുള്ള സാഹചര്യമേ ഉള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. അറസ്റ്റ് സാധ്യത മുന്നിൽ കണ്ട് രാഹുൽ ഈശ്വർ ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിച്ചേക്കും. ഓൺലൈനായാണ് രാഹുൽ ഈശ്വർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വാക്കോ നോക്കോ പ്രവൃത്തിയോ ഉണ്ടായാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബോബി ചെമ്മണ്ണൂരിനെതിരായ കേസിൽ സ്വീകരിച്ച നടപടികളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം. ആലപ്പുഴയിൽ CPM ജില്ലാ സമ്മേളനത്തിലെ പൊതുസമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഈ നിലപാട് വ്യക്തമാക്കിയത്. LDFന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത്. സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വാക്കോ നോക്കോ പ്രവൃത്തിയോ ഉണ്ടായാൽ അതിലെല്ലാം കർക്കശമായ നിലപാട് തന്നെ സ്വീകരിച്ചു പോവുകയാണ്. എല്ലാ പൊതു ഇടങ്ങളും സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം. അവിടെ തെറ്റായ നോട്ടമോ തെറ്റായ രീതികൾ സ്വീകരിക്കലോ ആരുടെ ഭാഗത്തുണ്ടായാലും അതെല്ലാം കർക്കശമായി തന്നെ നേരിടുന്ന നിലപാട് സ്വീകരിക്കും. ഇതാണ് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രത്യേകത. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7300, പവന് 58,400.
18 ക്യാരറ്റ് ഗ്രാമിന് 6050, പവന് 48,400. വെള്ളി ഗ്രാമിന് 98, കിലോയ്ക്ക് 98,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. Kavita Gold and Diamonds. Choose your special. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം അശ്വതി ചേരും.